ഹലോ മക്കളെ, ഇന്ന് വിദ്യുത്തിൻ്റെ സ്റ്റാർ ബർത്ത്ഡേ ആണ്. തിരുവാതിര 1. ആക്ച്വലി തിരുവാതിര ശിവൻ്റെ നാളെന്ന് പറയും. എൻ്റെ ഫേവറേറ്റ് ദൈവമായിരുന്നു കേട്ടോ, ശിവനും അയ്യപ്പനും. അപ്പം തിരുവാതിര എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഈ ശിവൻ എന്ന് പറയുമ്പോൾ ഒരുമാതിരി ഒരു ക്രഷായി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദൈവമാണ് ശിവൻ എന്ന് പറയുന്നത്. പക്ഷേ അച്ഛൻ പോയതോടെ ദൈവത്തോടുള്ള വിശ്വാസം പോയി. അമ്പലത്തിൽ പോയി എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിന് വേണ്ടി കുറച്ച് സെൽഫീസൊക്കെ എടുത്തു. സെൽഫി മാൻഡേറ്ററി ആണല്ലോ. തിരിച്ച് വന്നു, അമ്മേനെ വിളിച്ചു, വീട്ടിലുള്ളവരൊക്കെ അവനെ കാണിച്ചു. അവരും ഹാപ്പിയായി. പിന്നെ എൻ്റെ നാളിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ. എൻ്റെ അമ്മയായിരുന്നു കേട്ടോ പായസം വെച്ചത്. സ്നേഹത്തോടെ ഉണ്ടാക്കിയത് കൊണ്ട് നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു പായസം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു പോസ്റ്റ്മാൻ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു ഒരു പോസ്റ്റ്മാൻ വരും, അവരൊന്ന് വരുമ്പോൾ തന്നെ വീഡിയോ എടുക്കണം എന്നൊക്കെ. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോഴേക്കും അയാളെ വഴിക്ക് പോയി. ശരി, പിന്നെ ഇത് കാരണം അവർക്കൊരു സങ്കടം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ അടുത്ത് തന്നെ ആ കാർഡ് കൊടുത്തു. എന്നിട്ട് അവൻ തന്നെ വെച്ച് നടക്കുമായിരുന്നു കുറച്ച് നേരം. പിന്നെ എന്താ അകത്തെന്ന എക്സൈറ്റ്മെൻറ്റിൽ വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല, ഞങ്ങൾ തന്നെ അങ്ങ് പൊളിച്ചു. ശരിക്കും എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യുത്തിനൊരു സർപ്രൈസ് ഉണ്ടെന്ന്. മലയ്ക്ക് പോയിട്ട് വന്ന ശേഷം അവിടെ നിന്ന് ഓർഡർ ചെയ്തതാണെന്ന് തോന്നുന്നു. ശരിക്കും വിദ്യുത്തിന് ഞെട്ടാനില്ല, പ്രായമായതുകൊണ്ട് വിദ്യുത് ഞെട്ടിയില്ല. പക്ഷെ ഞാൻ നല്ല രീതിക്ക് ഞെട്ടി. കാരണം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഈ ഗ്രീറ്റിംഗ്സ് കാർഡ്. സാധനം ആദ്യം കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ലൈക്ക് ഇത് ഗ്രീറ്റിംഗ് കാർഡ് ആയിരിക്കും എന്ന്. പക്ഷേ അവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ആ വേർഡിംഗ് ഒക്കെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായി. അതിലെന്താ എഴുതിയെന്ന് അറിയും? ടു മൈ ഡിയർ സൺ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. യു കെയിം ഇൻ ടു മൈ ലൈഫ് വിത്ത് എ ബാങ്ക് ആൻഡ് നത്തിങ് ഹാസ് എവർ ബീൻ ദി സെയിം. I can't imagine life without you, and I am so proud and blessed to call you my son and my friend. പിന്നെ അതിൻ്റെ കൂടെ അവൻ്റെ ബ്യൂട്ടിഫുൾ ആയൊരു ഫോട്ടോ, ഹാപ്പി ബർത്ത്ഡേ വിദ്യുത് കൃഷ്ണ എന്ന വേർഡിങ്ങും അടിപൊളിയായിരുന്നു കേട്ടോ. സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില ഗിഫ്റ്റൊക്കെ അതിന് എത്ര വാല്യൂ ഉണ്ട്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, അതൊന്നുമല്ല വിഷയം. ചില ഗിഫ്റ്റ് ചെറിയ സാധനമാണെങ്കിലും അതിൻ്റെ അവരെടുത്ത എഫേർട്ട് ഉണ്ടല്ലോ. ശബരിമല പോയിട്ട് ഇങ്ങനെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കൊടുത്തയക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ശരിക്കും അതിനുവേണ്ടി ഇത്രയും എഫേർട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വളരെ വലിയ കാര്യം തന്നെയാണ്. പിന്നെ കറക്റ്റ് ഈ ദിവസം തന്നെ കിട്ടി. ഇന്ന് വിളിച്ചപ്പോൾ ചോദിച്ചു എത്തിയോന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു അയ്യപ്പൻ അയച്ചതാണെന്ന്. അത് കേൾക്കുമ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഡാഡിക്ക് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. എന്തോ അച്ഛൻ്റെ അടുത്ത് നിന്ന് വന്ന പോലെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ സന്തോഷമുള്ള ദിവസം എല്ലാവരുമായിട്ട് ഒന്ന് പങ്കിടണ്ടേ. പിന്നെ ബർത്ത്ഡേ ആൾ ടേസ്റ്റ് അറിയണ്ടേ. അപ്പോൾ ആദ്യം അവനെ കൊണ്ട് കുടിപ്പിച്ചു. പിന്നെ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. അമ്മീനെ കൊണ്ട് കുടിപ്പിച്ചു. അമ്മ ആദ്യം കുടിക്കുന്നില്ല, പിന്നെ കുടിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ച് കുടിപ്പിച്ചു വീഡിയോ എടുക്കാൻ വേണ്ടി. അതിലൊരു ചെറിയമ്മ നമ്മുടെ ഫേവറേറ്റ് അച്ഛമ്മയാണ് കേട്ടോ. അവരെ കണ്ട തുള്ളിച്ചാടിവൻ, അത് പൊളിയാണ്. അപ്പോൾ അവർക്ക് കൊടുത്തു. ശരിക്കും അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കൊണ്ടുപോയി കൊടുത്ത സമയത്ത്. വേറൊരു ചെറിയമ്മക്ക് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവരുടെ മോളെ ഞങ്ങൾ വിളിച്ചു. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തല്ല, ജസ്റ്റ് 1-2 വീട്ടിൽ മാത്രം കൊണ്ടുപോയി കൊടുത്തു. ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ടൈമായി. അപ്പം ഞാൻ റെഡിയാവാണ്. എന്തായാലും ഇന്നത്തെ ഇവൻ്റെ സ്റ്റാർ ബർത്ത്ഡേ ഇവൻ അടിച്ചു പൊളിച്ചോ ഇല്ലയോ, ഞാൻ നല്ല രീതിക്ക് ഹാപ്പി ആയിരുന്നു.